ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റവ ദോശയുടെ റെസിപ്പി നോക്കാം. ഈ രീതിയിൽ റവ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വരാം. ഇപ്പോൾ തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നമുക്ക് വറുത്തത് വറുക്കാത്തത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1.5 കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടോടുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് റവ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. റവ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഇളം ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തുകൊണ്ട് തന്നെ ഇനി സോക്ക് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച തേങ്ങയും ചുവന്നുള്ളിയും നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബാറ്റർ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കേണ്ടത്. ഓവർ വെള്ളം കൂടി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ദോശയായി ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ സൈഡും കൂടെ ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ദോശയെല്ലാം റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയും ജീരകം എല്ലാം ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.